ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ രാവിലെ ഒരു 9:30 മണിയായി. ഒരു 9:30 ആയപ്പോഴേ മോളും ഞാനും എണീറ്റു. ഇവിടെ വരുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കേർട്ടൻ ഒന്ന് നീക്കി വെക്കും. ഈ കേർട്ടൻ നീക്കിയിട്ട് നല്ല വെളിച്ചമുള്ളിലേക്ക് വരും. അതെല്ലാം ഇങ്ങനെ പുറത്തോട്ട് ഒരു 2 മിനിറ്റ് നോക്കിയതിന് ശേഷം തിരിച്ച് മോളുടെ പുറകെ ഞാൻ പോവും. എന്നിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മോളെ ബ്രഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മോളുടെ നാപ്പി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രഷ് ചെയ്യുന്നത് ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു യുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മോക്ക് അങ്ങനെ ഒരു സെറ്റ് റൂട്ടീൻ ഒന്നുമില്ല കേട്ടോ. പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് റൂട്ടീൻ സെറ്റായി എന്തായാലും വരും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു ബോട്ടിൽ കൗമിൽക്ക് കൊടുക്കും. മോളുടെ ഇപ്പോൾ ബോട്ടിൽ എന്ന് പറയുന്നത് 260 ml അല്ലേ. അപ്പോൾ 260 ml കൗമിൽക്ക് ഞാൻ ഫില്ല് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് വാം ആക്കും മിൽക്കിനെ. അപ്പോൾ ഒരു വാം മിൽക്കായിട്ടാണ് മോക്ക് ഫസ്റ്റ് ഫീഡ് കൊടുക്കുന്നത്. പാലെടുത്തു, വാം ആക്കി, അതിനുശേഷം ഞാൻ ലിവിംഗ് റൂമിലേക്ക് വന്നിട്ട് മോളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫീഡിങ് ടൈമിൽ ആള് ഭയങ്കര ഇങ്ങനെ കുഞ്ചിയൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം രാവിലെ എണീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൂഡിലാണ് മോൾ ഇരിക്കുന്നത്. പല ഇന്റർവെൽസിലായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് തീർക്കും ഞാൻ ഒരു വിത്തിൻ ഒരു 1.5 hours തന്നെ തീർക്കും. പിന്നെ കൗമിൽക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഒരു 2 hours തന്നെ ഡിസ്കാർഡ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഫോർമുല ഫീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 hour ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 45 minutes ഡിസ്കാർഡ് ചെയ്യണം. മോളുടെ കാര്യം നോക്കിയതിന് ശേഷം ഞാൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധ തിരിക്കും. എന്റെ സ്കിൻ കെയർ ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഡെലിവറിക്ക് ശേഷം നമുക്ക് സമയമൊന്നും കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണം നല്ല രീതിക്ക്. എന്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് ആദ്യം ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നല്ലൊരു വിറ്റമിൻ സി സിറമും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോവാണ്. ഡെർമാക്കോയുടെ വിറ്റമിൻ സി സിറമിൽ 15% കോൺസെൻട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിറ്റമിൻ സി സിറമാണ്. ഒരു അല്പം ക്വാണ്ടിറ്റി കയ്യിലെടുത്തതിന് ശേഷം ഫേസിലും നെക്കിലേക്കും ഇതുപോലെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ആകുന്നവരെ നന്നായിട്ടൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പെനെട്രേറ്റ് ചെയ്യും, ഡീപ്പായിട്ട് പെനെട്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വരും അല്ലെ. അപ്പോൾ ആ ഗ്ലോ വളരെ ചുരുക്കം സമയം കൊണ്ട് കിട്ടാനായിട്ട് ഡെർമാക്കോയുടെ ഈ 15% വിറ്റമിൻ സി സിറം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വിറ്റമിൻ സി സിറമിൽ 5% നയസിനമൈഡും കൂടി വരുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെ അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ സ്കിന്നിനെ ഫ്രഷ് ആയിട്ട് വെക്കുന്നു. വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ ഗ്രീസി ഫോർമുലയാണ് ഇതിൽ വരുന്നത്. പിന്നീട് ഈ ദുബായിയുടെ ക്ലൈമറ്റ് അറിയാലോ, ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് സിറമാണ് ഡെർമാക്കോയുടെ ഈ 15% വിറ്റമിൻ സി സിറം. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ പോലും ഈ സൺലൈറ്റ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ സ്കിൻ ടാൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കാരണം തന്നെ എല്ലാ ഡെർമറ്റോളജിസ്റ്റും പറയുന്നതാണ് വീട്ടിലിരിക്കുമ്പോൾ പോലും നമ്മൾ സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇരിക്കാമെന്ന്. ഇനി ഞാനൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീനും ഈ മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിക്കോഷണറി സ്റ്റെപ്പായിട്ട് ഈ വിറ്റമിൻ സി സിറമും കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനിങ് എല്ലാം വേഗം തന്നെ മാറാനായിട്ട് സഹായിക്കും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ യൂസ് ചെയ്യുകയാണ്. ഇതിൽ PA++++ ഫോർമുലയാണ് അടങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം SPF 50 ഉണ്ട്. ഞാൻ ജനറലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഈ 2 ഫിംഗറിലായിട്ട് ആവശ്യത്തിനുള്ള സൺസ്ക്രീൻ എടുത്തിട്ട് അപ്പുറത്തെ ഫിംഗറിലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസിലും നെക്കിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മുടെ എക്സ്പോസ്ഡ് ആവുന്ന സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് സൺസ്ക്രീൻ ഇടണം എന്നാണ് പറയുന്നത്. ഈ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആകുന്നവരെ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ സൺസ്ക്രീനിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. കാരണം ഇതിൽ വിറ്റമിൻ ഇ ഹൈലറോണിക് ആസിഡ് ആണ് വരുന്നത്. ഇത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കാരണം നമ്മുടെ സ്കിന്നിനെ ഇത് UV ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം സ്കിന്നിനെ സ്മൂത്ത് ആക്കി വെക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെർമാക്കോ ഇതുവരെ 20,000+ സ്റ്റുഡൻസിനെ യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവിൽ കൂടെ എംപവർ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അത് ആ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു. ഡെർമാക്കോയുടെ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെർമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് നായർ 2025 എന്ന് പറയുന്ന കോഡും കൂടി എൻ്റർ ചെയ്യുക. അങ്ങനെ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു. ഇപ്പോൾ എന്റെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവാണ്. ഇനി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഞാൻ ഇപ്പൊ കാണിച്ചു തരുവാണ്. ഒരു ഹെൽപ്പിന് ഒരു ചേച്ചി ഇവിടെ വരുന്നുണ്ട്. വീക്ക്ലി ത്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുള്ളിക്കാരി വന്നിട്ട് ഉണ്ടാക്കി വെച്ച ഫുഡാണ് ഈ ഗോപി മഞ്ചൂരിയൻ കറി, പിന്നീട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അത് കൂടാതെ ഗീ റൈസ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ചിക്കൻ കറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോക്ക് ദോശ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ സാധാരണഗതിക്ക് നമ്മൾ മോൾക്ക് വേണ്ടി ഒരു ഫുഡ്, ഇപ്പൊ ബേബി ഫുഡ് പോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടം വരില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിന്ന് കഴിക്കാനായിട്ട് വരും. അതാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ യോഗേർട്ടും റാസ്ബെറി പ്രിസർവ് അല്ലെങ്കിൽ സ്ട്രോബെറി പ്രിസർവ് എല്ലാം അതിലിട്ട് മിക്സ് ചെയ്തിട്ട് യോഗേർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ വലിയ
ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കുവാണ്. മോക്ക് ദോശ ഇഷ്ടമാണ്. അപ്പം നല്ല നെയ്യിട്ട ദോശയാണ് മോക്ക് ഇഷ്ടം. അപ്പം ഞാൻ ദോശ ആദ്യം ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ സമയത്ത് മോള് അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമ്മ എന്നോട് എപ്പോഴും പറയും വഴക്ക് കൊടുക്കരുത്, മോക്ക് വഴക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാ, പാവം, എനിക്കൊരു പാവം തോന്നും. ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലല്ലോ മോക്കൊരു ഇത് വരാനായിട്ട്. അപ്പം മോളുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടെ വായിലും വെച്ച് കൊടുക്കും. അപ്പോൾ മോക്ക് അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ വിഷേട്ടന് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്ന് ഫീഡ് ചെയ്യും. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുവാണെങ്കിലും സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തേനും വിഷേട്ടനെത്തി. വിഷേട്ടന് ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ വിഷേട്ടന് വന്നിട്ട് ഇന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് വിഷേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിഷേട്ടൻ പോയതിനു ശേഷം എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ആഭരണത്തിന്റെയും പവിലയുടെയും വർക്ക് എല്ലാം ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ത്രൂ ആണ് ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അപ്ലോഡ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ എന്റെ വീഡിയോസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാനാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്റെ ഫ്രണ്ട് ബിനി എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം, ബിനീസ് കട്ട്സ് എന്ന് പറയും. ബിനിയാണ് എന്റെ വീഡിയോസ് എല്ലാം എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു സഹായമാണ്. കാരണം കറക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ വീഡിയോസും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കണക്കാക്കി തരും. ബിനി എനിക്ക് ഇന്ന് 2 വീഡിയോസ് തന്നിരുന്നു പബ്ലിഷ് ചെയ്യാനായിട്ട്. ഇന്ന് പബ്ലിഷ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എന്റെ ആഭരണത്തിന്റെ വെബ്സൈറ്റും പവിലയുടെ വെബ്സൈറ്റും ഒക്കെ ഒന്ന് എനിക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് മോൾക്ക് ചെറുതായിട്ടൊന്ന് കണ്ണ് തിരുമാനൊക്കെ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടെ എല്ലാം കുളമായി കിടക്കുന്ന ഒരു സീനാണ് ലിവിംഗ് റൂം. ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ മൊത്തം കുളമായി കിടക്കുമായിരുന്നു. അപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള സമയത്ത് നമുക്ക് ടോയ്സ് ഒക്കെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. എല്ലാ ദിവസവും രാത്രി ഞാൻ അല്ലെങ്കിൽ വിഷേട്ടൻ ടോയ്സിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. ഇപ്പൊ പകൽ സമയത്തൊന്നും നമുക്കത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും കുട്ടികൾക്ക് വീണ്ടും വന്ന് ടോയ്സിൽ കളിക്കണമല്ലോ. അപ്പൊ അത് കാരണം അങ്ങനെ ക്ലിയർ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് മോൾ എണീറ്റു. നമ്മളിപ്പോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മോൾ എണീറ്റതിന് ശേഷം മോളും കൂടി എന്നോടൊപ്പം ജോയിൻ ചെയ്തു. മോളെ ഞാൻ ഹൈ ചെയറിൽ അതിലിരുത്തിയതിന് ശേഷമാണ് ഞാൻ വാക്യൂം ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വാക്യൂം ചെയ്യാൻ സമയത്ത് മോളിന്റെ പുറകെ നടക്കും, ഈ മെഷീന്റെ പുറകെ നടക്കും. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വാക്യൂം ചെയ്തതിന് ശേഷം ഞാൻ മോളെ താഴെ ഇറക്കി. അങ്ങനെ ഡൈനിങ് ടേബിൾ കംപ്ലീറ്റ് നീറ്റായി കഴിഞ്ഞു. ഇനി മോൾ അവിടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ, ഓടി നടക്കുവാണ്. ഇപ്പോൾ ഉറക്കത്ത് എണീറ്റതിന്റെ ഒരു ഇത് തീർക്കുവാണെന്ന് തോന്നുന്നു. വിൻഡോയുടെ അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് മോളെയും കൊണ്ട് ബാൽക്കണിയിലോട്ടൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആകാറായി. അപ്പോൾ വിഷേട്ടൻ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോളെയും കൊണ്ട് ഒരു പാർക്കിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും റെഡിയായി നിൽക്കാൻ പറഞ്ഞു. വിഷേട്ടൻ വന്നിട്ട് വിഷേട്ടൻ വേഗം റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും സൺസെറ്റ് ആകും, പക്ഷെ അത് പ്രോബ്ലം അല്ല. അങ്ങനെ ഞാൻ റെഡിയായതിനു ശേഷം മോളെ റെഡിയാക്കി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പം എൻ്റെ കാല് ശരിയായി വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പുറത്ത് പോകാൻ സമയത്ത് അവിടെ ഒരു ബാൻഡേജ് ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അധികം പൊടിയൊന്നും അടിക്കാതിരിക്കാൻ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബാൻഡേജ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങി കാറിൽ കയറി മോളെ കാർ സീറ്റിലിരുത്തി. അവിടെ നിന്ന് നമ്മൾ മോളെയും കൊണ്ട് നേരെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും മോക്ക് ഒരു ഫ്രീഡം കിട്ടിയതുപോലെയായിരുന്നു. എന്താണെന്നറിയില്ല, അങ്ങ് ഒരൊറ്റ ഓട്ടമാണ്. ബാക്കിൽ ഒന്നും നോക്കാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ മോളിങ്ങനെ ഓടി നടക്കുകയാണ്. കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കാനൊക്കെ അല്ലേ, പ്രത്യേകിച്ച് ഈ നടന്നു തുടങ്ങി കഴിയുമ്പോൾ ഉള്ളൊരു പ്രായം എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളും പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മോള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അത് ആ ഒരു ഓട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിഷന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചെമ്പക്കയിൽ കൂടെ പഠിച്ച രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടൻ. രാഹുൽ ചേട്ടൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അതിനോടൊപ്പം തന്നെ രാഹുൽ ചേട്ടന് ഷാർജയില് ജ്യൂസസ് ടൈം എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് പോകണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടേക്കും കൂടെ പോകണം എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്ലാൻ അതായിരുന്നു. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ഒരു 55 മിനിറ്റ്സ് കാണിച്ചു, ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചു കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ സിലിക്കണിൽ തന്നെ ഗോ തായ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തായ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ദുബായിൽ വരുമ്പോൾ എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് ലിറ്റിൽ ബാങ്കോക്ക് ആണ് പോകാനായിട്ട് റെസ്റ്റോറന്റ്. ഇവിടെ ദുബായ് ഔട്ട്ലെറ്റ് മോളില് ടോം യം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തായ്. അപ്പം ഇപ്രാവശ്യം നമ്മൾ പോയത് ഗോതായിലാണ്. ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇരുന്ന് കഴിക്കാനായിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു ആക്ച്വലി, നല്ലൊരു ബ്രൈറ്റ് സെറ്റപ്പ് ആയിരുന്നു. പിന്നെ മോൾ അവിടെ ഇരുത്തി. ആദ്യം അവർ ഷ്രിംപ് പാപ്പഡ് കൊണ്ടുവന്നു, അതിൽ സ്വീറ്റ് ചില്ലി സോസ് വെച്ചിട്ട് കൊണ്ടുവന്നു. ഞാൻ തായ് ബേസിൽ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. വിഷേട്ടൻ ആക്ച്വലി ഒരു തായ്
തായ് കാഷ്യൂ കറി പോലത്തെ ഒരു മെയിൻ ഡിഷാണ് ഓർഡർ ചെയ്തത്. അപ്പം പിന്നെ ഞാൻ തായ് ഐസ് ടീയും പറഞ്ഞു. തായ് ഐസ് ടീ എന്റെ ഫേവറേറ്റ് ആണ്, മിൽക്ക് ഐസ് ടീ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തു. തായ് ഐസ് ടീ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ തായ് ബേസൽ ഫ്രൈഡ് റൈസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിഷന്റെ ഡിഷ് വിഷന് ഓക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഓക്കെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു. മോക്കും കൂടി കുറച്ച് കൊടുത്തതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ കാറി കയറി രാഹുൽ ചേന്റെ ജ്യൂസസ് ടൈമിലേക്ക് നമ്മൾ തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ കുറച്ച് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ പോയി നമ്മൾ ഷാർജ എത്തി. ജ്യൂസസ് ടൈമിന്റെ അകത്ത് രാഹുൽ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ചേട്ടനെ കണ്ടു. രാഹുൽ ചേട്ടനെ ഞാൻ ലാസ്റ്റ് ടൈം ദുബായിൽ വന്നപ്പോഴാണ് കാണുന്നത്. അപ്പോൾ രാഹുൽ ചേട്ടൻ ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ജ്യൂസസ് ടൈം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നല്ല സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും ക്രേപ്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ പല വെറൈറ്റീസ് ഓഫ് ഷേക്സും ജ്യൂസസും ഹെൽത്തി ജ്യൂസസും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഷാർജയിലുള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വിസിറ്റ് ചെയ്യണം എന്തായാലും. അതുകൂടാതെ ദുബായിലുള്ള ആൾക്കാർ ഷാർജയിൽ പോവുകയാണെങ്കിലും ഉറപ്പായിട്ടും ജ്യൂസസ് ടൈമിലേക്ക് പോവുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോയപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം രാഹുൽ ചേട്ടൻ പറയാൻ സമയത്ത് എനിക്ക് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും അതിനോടൊപ്പം ക്രേപ്പും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും തന്നെ ഓർഡർ ചെയ്തു. നമ്മളൊരു ഡിസേർട്ട് കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ അവിടെ പോയത് കേട്ടോ. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. മോൾ അവിടെ കുറേ ഓടിയൊക്കെ നടന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് സമയം രാഹുൽ ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു. സമയം പോയതേ അറിയില്ല. മോക്ക് ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് പോകാമെന്ന്. തിരിച്ചുള്ള ഡ്രൈവ് ഒരു ഹാർഡ്ലി 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മോളെ കൊണ്ട് ഉറക്കാൻ പോകണം, ഒന്ന് മേല് കഴിച്ചിട്ട് ഉറക്കണം. കാരണം ഇത്രയും ഓടി നടന്നേക്കല്ലേ. അപ്പം ചെറുതായിട്ട് മോൾ ഉറങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയതല്ലേ. അപ്പോൾ ഒന്ന് മേല് കഴിച്ചിട്ട് ഉറക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.